നമസ്കാരം. വഴിയോരത്ത് എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാടിനടുത്തുള്ള ചൂഴ എന്ന സ്ഥലത്താണ്. വളരെ പ്രകൃതി രമണീയമായ ചൂഴ. ആ സ്ഥലം നമുക്കൊന്ന് കാണാം. ഇതാണ് ചൂഴ. അതാ ഒരു ചേട്ടൻ വരുന്നുണ്ട്. ചേട്ടനും മോനും ഉണ്ട്. ഒരു ചോദ്യം ചോദിച്ചു നോക്കാം. ശരി ഉത്തരം പറയുകയാണെങ്കിൽ അവർക്കൊരു സമ്മാനം കൊടുക്കാം. ചേട്ടാ നമസ്കാരം. വഴിയോരത്ത് എന്ന പരിപാടിയാണ്. ഞങ്ങൾ ചോദ്യം ചോദിക്കാൻ പോവാണ്. ചോദ്യത്തിന് ശരി ഉത്തരം പറയുകയാണെങ്കിൽ ഒരു സമ്മാനം തരാം. ചേട്ടാ ഞാൻ ആ ചോദ്യം ചോദിക്കാൻ പോവാണ്. ആനമുടി കേരളത്തിലെ ഒരു ജില്ലയിലാണ്. എവിടെയാണെന്ന് അറിയാം. ഞാൻ ആ മോനോട് ചോദ്യം ചോദിച്ചു നോക്കാം. ഓക്കെ മോനെ, ആനമുടി ഏത് ജില്ലയിലാണ്? അറിയില്ല. ശരി, അടുത്ത ചേട്ടനോട് ചോദിച്ചു നോക്കാം. ശരി, ചേട്ടൻ പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ്. ഇടുക്കി ജില്ലയിലാണ് ആനമുടി. ശരി, അപ്പൊ ചേട്ടന് സമ്മാനം തരാം. ശരി ഉത്തരം പറഞ്ഞ ചേട്ടന് എലൈറ്റിന്റെ ഒരു അരിപ്പൊടി കവറ്, ഒരു പാക്കറ്റ് അരിപ്പൊടി സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. ചേട്ടാ ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്തതിന് വളരെ സന്തോഷം, നന്ദി. മറ്റൊരു വഴിയോർത്ത് വെച്ച് വീണ്ടും കാണാം. ഓക്കെ ഏട്ടാ. അടുത്തതായി ഒരു ചേട്ടനും ചേച്ചിയും വരുന്നുണ്ട്. അവരോട് ചോദ്യം ചോദിച്ചു നോക്കാം. ശരി ഉത്തരം പറയുകയാണെങ്കിൽ അവർക്ക് സമ്മാനം കൊടുക്കാം. ചേട്ടാ നമസ്കാരം. ചേച്ചി നമസ്കാരം. വഴിയോർത്തുന്ന പരിപാടിയാണ്. ഞങ്ങളൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്. ശരി ഉത്തരം പറയുകയാണെങ്കിൽ ഒരു സമ്മാനം തരാം. ചേട്ടനോട് ചോദ്യം ചോദിക്കാം. ചേട്ടൻ ശരി ഉത്തരം പറയുകയാണെങ്കിൽ ഒരു സമ്മാനം കൊടുക്കാം. ചേട്ടാ നമസ്കാരം. വഴിയോരത്തുന്ന പരിപാടിയാണ്. ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. ശരി ഉത്തരം പറയുകയാണെങ്കിൽ ഒരു സമ്മാനം തരാം. ഓക്കെ ചേട്ടാ ചേച്ചി, ചോദ്യം ഏതാണ്? മഞ്ഞപ്പിത്തം നമ്മുടെ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? അതായത് മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീരത്തിലെ അവയവം ഏതാണ്? ചേച്ചിയോട് ചോദിക്കാം. എന്താണ് ചേച്ചി? കരൾ. ശരി ഉത്തരവാണ്. ചേച്ചി പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ്. കരളിനെ ബാധിക്കുന്ന അസുഖമാണ് മഞ്ഞപ്പിത്തം. ശരി ചേച്ചി, ചേട്ടാ സമ്മാനം തരാം. ശരി ഉത്തരം പറഞ്ഞ ചേച്ചിക്കും ചേട്ടനും എലൈറ്റിന്റെ വറുത്ത അരിപ്പൊടി സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. ചേട്ടാ ചേച്ചി ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുത്തതിന് വളരെ സന്തോഷം, വളരെ നന്ദി. മറ്റൊരു വഴിയോർത്ത് വെച്ച് വീണ്ടും കാണാം. ശരി, അടുത്തതായി ഒരു ചേട്ടനും മോനും വരികയാണ്. ആ ചേട്ടനെ മോനോട് ഒരു ചോദ്യം ചോദിച്ചു നോക്കാം. ശരി ഉത്തരം പറയുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ സമ്മാനം. ഓക്കെ, അപ്പൊ ഞങ്ങളൊരു ചോദ്യം ചോദിക്കും. ശരിക്കും ഉത്തരം പറയുകയാണെങ്കിൽ ഒരു സമ്മാനം തരും. അപ്പൊ ചേട്ടാ മോനോട് ആദ്യം ഒരു ചോദ്യം ചോദിച്ചു നോക്കാം. ശരി മോനെ, ചേട്ടാ ചോദ്യം ഏതാണ്? കർണാടകത്തിന്റെ തലസ്ഥാനം ഏതാണ്? നമ്മുടെ സംസ്ഥാനമാണ് കർണാടകം. കർണാടകത്തിന്റെ തലസ്ഥാനം ഏതാണ്? മോനറിയാമോ? എന്താ മോനെ, അറിഞ്ഞൂടാ? അറിയത്തില്ല. ഓക്കെ ഞാൻ ചേട്ടനോട് ചോദിച്ചു നോക്കാം. ചേട്ടാ കർണാടകത്തിന്റെ തലസ്ഥാനം? ബംഗളൂരു. ഓക്കെ ചേട്ടാ ശരി ഉത്തരം പറഞ്ഞു, ബംഗളൂരു. ഓക്കെ ചേട്ടാ ചേട്ടനൊരു സമ്മാനം തരാം. ശരി ഉത്തരം പറഞ്ഞ ചേട്ടന് മോനും എലൈറ്റിന്റെ ഒരു ഈസി പാലപ്പം മിക്സ് സമ്മാനമായി തരികയാണ്. ഞങ്ങളെ പരിപാടിയിൽ പങ്കെടുത്തതിന് വളരെ സന്തോഷം. ചേട്ടാ മറ്റൊരു വഴിയോർത്ത് വെച്ച് വീണ്ടും കാണാം. സന്തോഷം. ഓക്കെ നന്ദി.